നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞാറമ്മൂടാണ്. ടെക്നോ പാർക്കിന് സമീപം നല്ലൊരു വീട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് നോക്കി നടക്കുന്നവരുണ്ട്. അവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു വീട്. ഈ വീട് വരുന്നത് നമുക്ക് കഴക്കൂട്ടം കാര്യവട്ടം ഗ്രീൻഫീൽഡിന് സമീപമായിട്ടാണ്. ഗ്രീൻഫീൽഡിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്നും വെറും 350 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് 4 BHK ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വരുന്നത്. 4 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീട് പണിഞ്ഞിരിക്കുന്നത്. 1860 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് 75 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വീട് നോക്കി നടക്കുന്ന നിരവധി ആൾക്കാരുണ്ട് നമുക്ക് ഈ ഒരു കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം. അവർക്ക് നമുക്ക് ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് എത്താൻ 1.5 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ ഇൻഫോസിസ്, അതുപോലെ തന്നെ UST ഗ്ലോബൽ എന്നിവിടങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് വളരെ എളുപ്പമാണ്. കൂടാതെ തന്നെ നമുക്ക് ഗ്രീൻഫീൽഡിൻ്റെ ബാക്ക് ഗേറ്റ് ഇവിടെ നിന്ന് 350 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ആയിരത്തി 860 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളൊരു വീടാണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിങ്ങോട് കൂടിയുള്ള ഗേറ്റാണ് നമുക്ക് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയ വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വണ്ടി കൂടി പാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന് ചുറ്റാകെയുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല നല്ല വീടുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല വീടുകളും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോർപ്പറേഷൻ്റെ പൈപ്പ് കണക്ഷനാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു കിണർ ഒഴിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ പ്ലാവിൽ തീർത്തിട്ടുള്ള ഒരു വുഡാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ വരുന്നു. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 ഓർട്ടിഫൈഡ് ടൈൽസ് ആണ്. നമുക്ക് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ ഒതുങ്ങിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. കൂടാതെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 ഓർട്ടിഫൈഡ് ടൈൽസ് ആണ്. കൂടാതെ നല്ല രീതിയിലുള്ള ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ചന്ദന കളറും പെയിൻ്റാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൻ്റെ ഭാഗത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് ചന്ദന കളറും അതുപോലെ തന്നെ ഒരു പച്ച കളറും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് നമുക്ക് ഈ ഒരു റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ സെറയുടെ മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ടോയ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫൈനൽ ടച്ചപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടുത്തെ ഒരു ഫൈനൽ ടച്ചപ്മെൻറ്റിലേക്കാണ് നമുക്ക് പോകുന്നത്. നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തും നല്ലൊരു സ്റ്റോറേജിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്.
നമുക്ക് ഈ ഒരു വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഭംഗിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം വരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. നമുക്ക് വീടിൻ്റെ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഷീറ്റാണ് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ലൈറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു വെളിച്ചവും അതുപോലെ തന്നെ നല്ലൊരു പ്രകാശവും കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പെയിന്റ് എന്ന് പറയുന്നത് ഗ്രേ കളറിലെ ഒരു പെയിന്റ് ആണ്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചന്ദന കളർ രീതിയിലുള്ള ഒരു പെയിന്റുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്ലോറും 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു റൂമാണ് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ ഈ ഒരു റൂമിന് വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ഇവിടെ 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ചന്ദന കളറുമാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് വരുന്നത്. കൂടാതെ ഈ ഒരു റൂമിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ലഭിക്കുന്നു. ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും സെറയുടെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലാണ് ബാൽക്കണി വരുന്നത്. നല്ല ഒതുങ്ങിയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. കൂടാതെ ഇവിടെ നിന്നുള്ള വ്യൂ വളരെ നല്ല ഒരു വ്യൂ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണാനായിട്ട് കഴിയുന്നത്.
എന്തായാലും ടെക്നോ പാർക്കിന് സമീപം മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.